ഇതെൻ്റെ അനിയത്തിയുടെ മോളുടെ കുട്ടിക്കല്യാണമാണ് കേട്ടോ. അതായത് വയസ്സറിയിച്ച കല്യാണം. നിങ്ങളുടെ അവിടെ ഒക്കെ എന്താ പറയാനാ പറഞ്ഞു കേട്ടാ, കമന്റ് ഇട്ടോളൂ. അപ്പോൾ ഇതാണ് മോള്, ഇത് അനിയത്തി അനിയനാണ് കേട്ടോ. ഇതാണ് ഇപ്പൊ മോളെ അന്വേഷിച്ച് പോകണം. അവര് ചടങ്ങുകൾ നടത്താനായിട്ട് പോവാണേ. നമുക്ക് ചടങ്ങുകൾ കാണാം കേട്ടോ. അതിന് പഴം, പൂവ്, മധുരപലഹാരം അല്ലാതും വെച്ചിട്ടുണ്ട്. ഇനി ചിറ്റയുടെ മോളാണ് കേട്ടോ എൻ്റെ അനിയത്തി. ചിറ്റ മരിച്ചു. അപ്പോൾ ഇത് രണ്ടാമത് കെട്ടിയ അമ്മയാണ് കേട്ടോ എൻ്റെ ചിറ്റയുടെ സ്ഥാനത്ത്. അപ്പോൾ അവരുടെ മോനാണത്. എൻ്റെ അനിയത്തിയുടെ അനിയനായിട്ട് വരും. ഇതാണ് അച്ഛൻ. അങ്ങനെ അവര് ചടങ്ങുകൾ നടത്താണ്. അത് കോയമ്പത്തൂരാണ് അവരുടെ വീട്. ഞാനിത് രാത്രിയാണ് കേട്ടോ എഡിറ്റ് ചെയ്യണേ. അപ്പോൾ ചീവീടിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കണ്ടാവും, ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ഇവിടെ അവരുടേതായ ചടങ്ങുകൾ നടത്തണം കേട്ടോ. ആദ്യം തന്നെ മാല ഇടിച്ചിട്ട് ചന്ദനം കുങ്കുമൊക്കെ കയ്യിലും പാദത്തുമ്മയും നെറ്റിയിലും കവിളിലൊക്കെ തേച്ചിട്ട് പിന്നെ പൂവ് ഇട്ട് ആശീർവദിച്ച് തലയിൽ പനിനീര് തെളിയിക്കുന്നതാണ് ഇവരുടെ ചടങ്ങ്. അത് ആദ്യം തന്നെ ചെയ്യണത് ആങ്ങളെയാണ് ചെയ്യണേ. ആങ്ങളെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിയുടെ അനിയൻ, അവനാണത് ഫസ്റ്റ് ചെയ്യണേ. പിന്നെ അച്ഛൻ, അമ്മ, അങ്ങനെ എല്ലാവരും. പാപ്പൻ രണ്ടാമത് കെട്ടിയതാണെങ്കിലും നല്ല സ്നേഹമുള്ള കുടുംബമാണ് കേട്ടാ. ചിറ്റിയും മോനും ഒക്കെ നല്ല സ്നേഹമാണ്. ഇവിടെ ചടങ്ങൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അവിടെ മൂലയിൽ ഒരാള് ഗെയിം കളിക്കുന്നുണ്ട്. തകൃതമായ ഗെയിം കളിയിലാണ്. ചടങ്ങൊക്കെ അവിടെ നടന്നോട്ടെ, കപ്പ് മുഖ്യം വെക്കില്ലേ. പരിപാടി വരും പോവും. ഞാൻ എൻ്റെ കാര്യം നോക്കി കളിക്കട്ടെ എന്നുള്ളൊരു ഇതിലാണ് ആളവിടെ ഇരുന്ന് കളിക്കുന്നത്. അതിനുള്ളിൽ കൂടെ അവിടെ പരിപാടികൾ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. നമ്മള് വഴി വിട്ടു പോയി. ഇത് ഇനി അച്ചാച്ചനും അമ്മാമ്മയും ആണ് ആശീർവദിക്കാനുള്ളത്. പിന്നെ ചിറ്റയുടെ അനിയത്തിയാണ്. അത് അനിയത്തിയല്ല, ആങ്ങളുടെ മരുമോളാണ്. ഇനി ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി ആശീർവദിക്കും, കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. കുറച്ച് ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങള് ആശീർവദിക്കാനുള്ളത്. ഇത് അനിയത്തിയുടെ മൂത്ത നാത്തൂനാണ്. അപ്പൊ നമ്മുടെ കളിക്കാരവിടെ തകൃതമായ ഇതങ്ങനെ നമ്മുടെ അനിയത്തിനെ ആശീർവദിക്കാനായിട്ട് പോയിട്ടാം. ഇത് രണ്ടാമത്തെ പെങ്ങളുടെ മോനുണ്ടായി. ഈ സൈഡിൽ അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് രണ്ടാമത്തെ പെങ്ങള്. ഇവിടെ നമ്മുടെ നാട്ടില് ഇവിടെ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ കുറവാണ്. അത് ആൺകുട്ടികൾക്കൊക്കെ ചെയ്യാൻ മടിയാണ്. ഇന്നത്തെ അത് വാരിക്ക് കൊടുക്കുന്നതാണ് അവിടെ. ഇപ്പൊ ലാസ്റ്റത്തെ ചടങ്ങാണ് കേട്ടോ അത്. അപ്പൊ കുരുവിടാൻ പറഞ്ഞു. കുരുവിടാൻ അറിയാത്ത ഞങ്ങളൊക്കെ കൂടി മനസ്സിലാണ് കേട്ടോ. ഞങ്ങൾക്ക് അറിയുന്നില്ല. ഇപ്പൊ മനസ്സിലായി കാണില്ല ആരെ കുരുവിട്ടേന്ന്. ഇനിയിപ്പോ എല്ലാരും ചടങ്ങ് കഴിഞ്ഞ് മോൾക്ക് കുറെ
സമ്മാനങ്ങൾ കൊടുക്കണം. ഇതാരാന്നും എനിക്കറിയില്ല കേട്ടോ. അവർ വീണ്ടും അടുത്തുള്ളവരാണ്. ഭക്ഷണം കഴിക്കുന്നതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.